Hello everyone, welcome to Disha Academy. അപ്പോൾ നമുക്ക് ഇന്ന് ALP എക്സാമിന് വേണ്ടിയിട്ടുള്ള മാത്സിന്റെ സെക്ഷൻ ആണ്. മാത്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ALPക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഈസി ടു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. അപ്പൊ ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാം പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതിനകത്ത് നമുക്ക് മീൻ മീഡിയൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മീൻ മീഡിയൻ മോഡ് മൂന്നിനെയും കൂടെ കണക്ട്, മീൻ മാത്രമല്ല ചോദിച്ച, മീഡിയൻ മാത്രമല്ല ചോദിച്ച, മോഡ്, ആ മൂന്നും കൂടെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാമോ എന്താണ് മീൻ, എന്താണ് മീഡിയൻ, എന്താണ് മോഡ് എന്നറിയാവോ? മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് കണ്ടുപിടിക്കുന്ന, മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്. മീൻ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആവറേജ് കണ്ടുപിടിച്ചാൽ മതി, സം ഡിവൈഡഡ് ബൈ നമ്പർ. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയൻ എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഓർഡറിൽ എഴുതി കഴിയുമ്പോഴത്തേക്കും മിഡിൽ വരുന്നതാണ് മീഡിയൻ എന്ന് പറയുന്നത്. ഇനി മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഡേറ്റയാണ് മോഡ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ മീൻ മീഡിയൻ മോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. A, B and C are denoting mean, median and mode. Mean ആണ് A, median ആണ് B, mode ആണ് C. ഓക്കെ, എന്നിട്ട് നമുക്ക് തന്നിട്ടുണ്ട് A is to B is equal to 9:8 എന്ന് തന്നിട്ടുണ്ട്, അല്ലെ? ആൻഡ് കണ്ടുപിടിക്കേണ്ടത് B is to C ആണ്. അപ്പൊ A is equal to 9K ആണെങ്കിൽ B is equal to 8K ആണെന്ന് ഡേറ്റ തന്നിട്ടുണ്ട്, അല്ലെ? ഞാൻ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുവാണ്. A is equal to 9K and B is equal to 8K. മീനിന്റെ വാല്യൂ 9K യും മീഡിയന്റെ വാല്യൂ 8K ആണ്. ഇനി എങ്ങനെ മോഡ് കണ്ടുപിടിക്കാം? C എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതിനായിട്ട് നമ്മളൊരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അതായത് 3 into median is equal to 2 into mean plus mode. ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പൊ മസ്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക, മീൻ മീഡിയൻ മോഡ് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താന്ന് വെച്ചാൽ 3 into median is equal to 2 into mean plus mode ആണ്. അങ്ങനെയാണ് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 into median എന്താണ്? 9K ആണ്, സോറി 8K ആണ്, is equal to 2 into mean എന്താണ്? 9K ആണ്, പ്ലസ് മോഡ്, അല്ലെ? പ്ലസ് മോഡ്. അപ്പൊ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ 24K is equal to 18K പ്ലസ് മോഡ് എന്ന് വരും. ഇനി 24 മൈനസ് 18K എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 6K വരും. 6K is equal to മോഡ്. അപ്പൊ മോഡ് എന്ത് കിട്ടി? 6K. അതായത് അപ്പൊ B is to C എന്ത് എഴുതാം? B is to C എന്ത് എഴുതാം? 8K is to 6K. Kയും Kയും ക്യാൻസൽ ആവും. 2 കൊണ്ട് കട്ട് ചെയ്താൽ 4 is to 3. സോ ആൻസർ ഓപ്ഷൻ 4 ആണ്. 4 is to 3. കിട്ടിയല്ലോ ഓപ്ഷൻ? മനസ്സിലായല്ലോ? അപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. 3 into median is equal to 2 into mean plus mode എന്നാണ് ഇക്വേഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് പൈതഗോറസ് തിയറം വെച്ചിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. നമുക്ക് എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ചെയ്യുന്ന റൂട്ടെല്ലാം എളുപ്പമാണ്, ഇക്വേഷൻസ് ചെയ്താൽ മതി. പക്ഷെ പെട്ടെന്ന് ആൻസർ പറയണം. In a triangle ABC, angle B 90 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. In a triangle ABC, angle B 90 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. AB 13 സെന്റിമീറ്റർ ആണ്, BC 84 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണ് AC സ്ക്വയർ is equal to AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ആണ്. എളുപ്പവഴി പറഞ്ഞുതരാം. ജസ്റ്റ് 85 ആണ് ആൻസർ. പെട്ടെന്ന് എഴുതാൻ പറ്റും. ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. 85 ആണ് കറക്റ്റ്. എങ്ങനെ ചെയ്യാൻ പറ്റും? ആദ്യം കൺവെൻഷനലി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് AC സ്ക്വയർ is equal to AB സ്ക്വയർ എന്ന് പറയുമ്പോൾ 13 സ്ക്വയർ പ്ലസ് BC സ്ക്വയർ എന്ന് പറയുമ്പോൾ 84 സ്ക്വയർ. 13ന്റെ സ്ക്വയർ 169. 84ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി 8ന്റെ സ്ക്വയർ 64, 4ന്റെ സ്ക്വയർ 16, പിന്നെ 8 into 4 into 2 ചെയ്താൽ മതി. 64 വരും. 8 into 4 into 2, 8 into 4 32, 32 into 2 64. സോ നമുക്ക് എന്ത് വരും?
7056. 7056. അപ്പൊ AC സ്ക്വയർ ആണ് എന്തെന്ന് പറയുന്നത്? ആഡ് ചെയ്യുമ്പോൾ 9 plus 6 15, 6 plus 5 2 വരും. ബാക്കി എത്ര വരും? യെസ്, ബാലൻസ് വീണ്ടും ഒരു 2 വരും, 7 വരും. 7225 അല്ലെ? അപ്പൊ AC is equal to 25 എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിനകത്ത് അത് 5 എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ സ്ക്വയർ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. നോക്കുക, ഇത് 8 into 9 ആണ്. സോ 85 സ്ക്വയർ ആണ്. അറിയാലോ അത് 85 സ്ക്വയർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? 8നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 72, പിന്നെ ഒരു 25 എഴുതിയാൽ മതി. അതുപോലെ ഇപ്പൊ 75 സ്ക്വയർ ആണെങ്കിൽ 7നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 56 കിട്ടും, പിന്നെ ഒരു 25 എഴുതിയാൽ മതി. അപ്പൊ അതാണ് 5 എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി. അപ്പൊ അങ്ങനെ നമുക്ക് ആൻസർ 85 കിട്ടും. അപ്പൊ ഇത് ലെങ്തി ആണ്, ഇത് കുറെ ടൈം എടുക്കുന്നു. നമുക്ക് ഈസി മെത്തേഡ് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ AB 13 സെന്റിമീറ്റർ ആണ്. ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡ് അറിയാം, അടുത്ത സൈഡ് 84 സെന്റിമീറ്റർ ആണ്. നിങ്ങൾ ട്രിപ്ലറ്റിന്റെ ഷോർട്സ് കണ്ടായിരുന്നോ? നമ്മൾ യൂട്യൂബിൽ പോയിട്ടുണ്ടായിരുന്നു ട്രിപ്ലറ്റ് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി. എന്താ ട്രിപ്ലറ്റ് എന്ന് പറഞ്ഞാൽ പൈതഗോറസ് തിയറം ഒബേ ചെയ്യുന്ന നമ്പേഴ്സ് ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ 3 സൈഡ് ആയിട്ട് വരാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ്. 3 4 5 5 12 13 അല്ലെ? ഇതൊക്കെ എന്താണ്? ട്രിപ്ലെറ്റ്സ് ആണ്. 9 40 41 11 60 61 ഇതൊക്കെ എന്താണ്? ട്രിപ്ലെറ്റ്സ് ആണ്. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്. ഇവിടെ തന്നിരിക്കുന്ന 13ഉം 84ഉം ആണ്. അടുത്ത നമ്പർ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. AC ആണ് കണ്ടുപിടിക്കേണ്ടത്. മൂന്നാമത്തെ സൈഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഓഡ് നമ്പർ ആണെങ്കിൽ ഒരു +1 ആഡ് ചെയ്താൽ മതി. ആൻസർ 85. ഓക്കെ, അപ്പൊ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഒരു സെക്ഷൻ ചെയ്തിരുന്നു ട്രിപ്ലെറ്റ്സിനെ പറ്റി. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ ഒരു സെക്ഷൻ ഒന്ന് കാണുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇത് ക്ലിയർ ആവും. ഓക്കെ, അപ്പം ഇത്രയും സെക്കൻഡ്സിൽ ഈ ഒരു പ്രോബ്ലം ചെയ്യാവുന്നതേ ഉള്ളായിരുന്നു. അടുത്ത ചോദ്യം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് കുറെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട് നമ്മുടെ ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെന്ററുകൾ എവിടെയൊക്കെയാണെന്ന്. നമുക്ക് ഓഫ്ലൈൻ സെന്ററുകൾ ട്രിവാൻഡ്രത്തുണ്ട്, കൊട്ടാരക്കരയുണ്ട്, കാലിക്കറ്റ് ഉണ്ട്, കൊല്ലം ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് ട്രിവാൻഡ്രത്താണ് ജോയിൻ ചെയ്യണമെങ്കിൽ ഇത് കറസ്പോണ്ടിങ് നമ്പേഴ്സിൽ കോൾ ചെയ്താൽ മതി. അതല്ല നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടാണ് പഠിക്കാൻ താല്പര്യം, ഓഫ്ലൈൻ പോകാനായിട്ട് ടൈമില്ല, വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് SSC റെയിൽവേക്കൊക്കെ ഓൺലൈൻ ലൈവ് കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പം അതിനകത്ത് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇതിൽ തന്നിരിക്കുന്ന ഏതെങ്കിലും നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. നമുക്ക് ഓൺലൈൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. A farmer is marketing his field to sow seed. If he marks a rectangular area of his field in the ratio of length is to width 3:1, write a expression that gives the total area. ക്വസ്റ്റ്യൻ ഒക്കെ വായിക്കുമ്പോൾ ഇത് എന്താ വലിയ സംഭവം തോന്നും. ഒന്നുമില്ല, ഒരു റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യും? ലെങ്ത് 3 ആണെങ്കിൽ വിഡ്ത്ത് 1 ആണ്. അപ്പൊ ലെങ്തിന് നമുക്ക് 3x എന്ന് കൊടുത്താൽ വിഡ്ത്തിന് നമുക്ക് x സെലക്ട് ചെയ്യാൻ കാര്യം ഓപ്ഷൻസിലെല്ലാം x ആ കിടക്കുന്നത്. വിഡ്ത്തിന് നമുക്ക് 1x എന്ന് സെലക്ട് ചെയ്യാം. അപ്പം ലെങ്ത് 3x ആണെങ്കിൽ വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് 1x ആണ്. സോ 3 into 1x എന്ന് പറഞ്ഞാൽ 3x² ആണ്. സോ ഏരിയയുടെ എക്സ്പ്രഷൻ എന്ത് വരും? 3x² എന്ന് വരും. ഇനി ഇത് പെരിമീറ്ററിന്റെ എക്സ്പ്രഷൻ ആരെന്ന് ചോദിച്ചെങ്കിൽ പെരിമീറ്ററിന്റെ ഇക്വേഷൻ അറിയണം. 2 into L plus B ആണ്. സോ 2 into 3x plus 1x എന്ന് വരും. സോ 2 into 4x വരും. ആൻസർ 8x. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. In an examination, the highest score and the lowest score are different by 55 and the higher one was 9/4 times of the lower one. Find the lowest score. Options 40, 36, 44, 48. Highest scoreും lowest scoreും തമ്മിലുള്ള ഡിഫറൻസ് 55 ആണ്. ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് 9/4 ടൈംസ് ഓഫ് ലോവസ്റ്റ് സ്കോർ എന്നും പറയുന്നുണ്ട്. ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് 9/4 ടൈംസ് ഓഫ് ലോവസ്റ്റ് വൺ അല്ലെ? അപ്പൊ h is equal to ഹയസ്റ്റ് എന്നുള്ളതിന് ഞാൻ h ആണ് റെപ്രസെന്റ് ചെയ്തത്. അപ്പൊ h എന്ന് പറയുന്നത് 9/4 ഓഫ് ലോവർ വൺ L ആണ്. അങ്ങനെയാണെങ്കിൽ h/L is equal to എങ്ങനെ എഴുതാം? 9/4 എന്ന് എഴുതാം അല്ലെ? അപ്പൊ h 9 ആണെങ്കിൽ L 4 ആണ് അല്ലെ?
ഹയസ്റ്റ് സ്കോർ 9 ആണെങ്കിൽ ലോവസ്റ്റ് സ്കോർ 4 ആണ്. കാരണം ഇത് റേഷ്യോ ആയി. A:B is nothing but A/B. A/B 9/4 എന്ന് പറഞ്ഞാൽ A:B 9:4 എന്നല്ലേ. അപ്പം ഹയസ്റ്റും ലോവസ്റ്റും തമ്മിലുള്ള റേഷ്യോ കിട്ടി 9:4. റേഷ്യോ അറിയാമെങ്കിൽ ഒറിജിനൽ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു ഒറിജിനൽ വാല്യൂ അറിഞ്ഞാൽ മതി. ഏത് ഒറിജിനൽ വാല്യൂ നമുക്കറിയാം? ഹയസ്റ്റും ലോവസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കറിയാം. 9ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ്. 5ന്റെ ഒറിജിനൽ വാല്യൂ ആണ് 55. ഇനി ഹയസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ 9ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ലോവസ്റ്റ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ 4ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ക്ലിയർ ആണോ? ഈ ഒരു 9/4 നിന്ന് റേഷ്യോ കിട്ടും. ഡിഫറൻസ് 55 തന്നിട്ടുണ്ട്. 11 × 5 ആണ് 55. അപ്പൊ ലോവസ്റ്റ് വൺ കണ്ടുപിടിക്കുക. ഇവിടെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആൻസർ 44. ഇനി ഹയസ്റ്റ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെയും 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 99 വരും. സോ നമുക്ക് ഇവിടെ ആൻസർ ഓപ്ഷൻ 3 44. ഓപ്ഷൻ 3 44. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇത് സംതിങ് ഈസ് ഇത്ര ടൈംസ് അതർ എന്ന് പറയുമ്പോഴൊക്കെ നമുക്കത് ഈസി ആയിട്ട് റേഷ്യോ ആക്കാം. ഇനി മുതൽ ആ ക്വസ്റ്റ്യൻസിൽ റേഷ്യോ മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക കേട്ടോ. അടുത്ത ചോദ്യം, a sum of rupees 10,000 amounts to rupees 11,449 in 2 years. When the interest is compounded annually, the interest rate percentage per annum is. Compound interest la calculate ചെയ്യേണ്ട അല്ലെ? 6% ആണോ, 1% ആണോ, 7% ആണോ, 8% ആണോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? അതായത് നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10,000 ആയിരുന്നു അല്ലെ? ക്യാപിറ്റൽ 10,000 ആയിരുന്നു. പ്രിൻസിപ്പൽ എമൗണ്ട് 10,000 ആയിരുന്നു. അത് എത്ര എമൗണ്ട് ആയി ഇപ്പം? 10,000 എന്ന് പറയുന്നത് 11,449 ആയി. അങ്ങനെയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് വന്നത് എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ആ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ്? 1449 ആണ്. 1449 ആണ്. ഇത് എങ്ങനെ പെട്ടെന്ന് ചെയ്യാമെന്നറിയാമോ? കാരണം ഇവിടെ P തന്നേക്കുന്നത് 10,000 ആയതുകൊണ്ട് 1449. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 10,000-നകത്തുനിന്ന് നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് 1449. 10,000 രൂപയ്ക്കകത്തുനിന്ന് നമുക്ക് 1449 രൂപ കിട്ടി. അങ്ങനെയാണ് 100 രൂപയ്ക്കകത്തുനിന്ന് എത്ര കിട്ടും? 100 രൂപയ്ക്കകത്തുനിന്ന് എത്ര രൂപ കിട്ടും? 100 രൂപയ്ക്കകത്തുനിന്ന് എത്ര കിട്ടും? ഈ 100ഉം ഈ 100ഉം ക്യാൻസൽ ആയിട്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 14.49 എന്ന് കിട്ടും. 14.49% അല്ലെ? 14.49% ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ റേറ്റ് ആണ്. 10,000 രൂപയ്ക്ക് 1449 രൂപ കിട്ടി എങ്കിൽ ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു പെർസെന്റേജ് ആണ് കിട്ടുന്നത്. പക്ഷെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. അതായത് ഈ 14.49 നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത്, അതായത് ആ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ ഇപ്പൊ നമുക്ക് ഇപ്പൊ എല്ലാ വർഷവും ഒരേ ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ, ആ ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ നോക്കി. ഈ 14.49 6+6ന്റെ സ്ക്വയർ ബൈ 100 എന്ന് എഴുതാൻ പറ്റുമോ? നിങ്ങൾ ഈ ഓപ്ഷനിലുള്ള ഏതെങ്കിലും വാല്യൂ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കേ പറ്റുമോന്ന്. 7+7 സ്ക്വയർ ബൈ 100 അല്ലേ? 14+49/100 ദാറ്റ് ഈസ് 14.49% എന്ന് പറയുന്നത്. അപ്പൊ ആ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ്? ആ R എന്താണ്? 7% ആണ്. ഓപ്ഷനിൽ നിന്ന് എഴുതാൻ പറ്റുമല്ലോ, ഓപ്ഷനിൽ നിന്ന് തപ്പിയെടുത്ത് എഴുതാൻ പറ്റുമല്ലോ അല്ലെ? R+R+R²/100 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ആറിനെ സെലക്ട് ചെയ്യുക. 14.49 കാണുമ്പോഴേ അറിയാം 7ന്റെ സ്ക്വയർ അത് വരും. എന്തിന്റെങ്കിലും സ്ക്വയർ വരണം ആ ഒരു ടേം, ഡെസിമൽ ടേം അല്ലെ? അപ്പൊ അങ്ങനെ ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. D is the midpoint of a line segment AB. The coordinates A and D are 2, 4 and -1, 3 respectively. The coordinates of B are. കോർഡിനേറ്റ് ജോമെട്രി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ALPയിൽ കോർഡിനേറ്റ് ജോമെട്രി എന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ഷിഫ്റ്റിലും. അതുകൊണ്ട് ജസ്റ്റ് മിഡ് പോയിന്റിന്റെയോ അല്ലെങ്കിൽ സെൻട്രോയിഡിന്റെയോ ഒക്കെ അങ്ങനത്തെ ഉള്ള 1-2 ക്വസ്റ്റ്യൻസ് എങ്കിലും നോക്കിയിട്ട് പോവാട്ടോ. വലിയ ഡെപ്തിൽ പഠിച്ചില്ലെങ്കിലും ഒന്ന് കവർ ചെയ്ത് പോവാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞു തരാം. AB എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റ് ആണ് ഡി. AB എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റ് ആണ് ഡി അല്ലെ? കോർഡിനേറ്റ്സ് ഓഫ് A and D are 2, 4 ആണ്,
എയുടെ കോർഡിനേറ്റ്, -1 3 ആണ് ബിയുടെ കോർഡിനേറ്റ് അല്ലെ, 2 4 ആണ് എയുടെ കോർഡിനേറ്റ്, -1 3 ആണ് സോറി -1 3 ആണ് ഡിയുടെ കോർഡിനേറ്റ്. മിഡിൽ പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് തന്നേക്കുന്നത്. അങ്ങനെയാണ് ബിയുടെ കോർഡിനേറ്റ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. നമുക്കിവിടെ എക്സും ഇവിടെ വൈയും കൊടുക്കാം. ഇനി ശരിക്കും നമ്മൾ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? M1 M2 മിഡ് പോയിന്റ്സ് ആണെങ്കിൽ ആ M1 M2 കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഓർമ്മയുണ്ട്, ഇത് x1 y1 ഇത് x2 y2 ആണെങ്കിൽ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ M1 is equal to x1 plus x2 by 2 ഉം M2 is equal to y1 plus y2 by 2 ആണ് അല്ലെ. മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് M1 is equal to x1 plus x2 by 2 x കോർഡിനേറ്റ് ആഡ് ചെയ്തിട്ട് by 2 ചെയ്യാം. y കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ y കോർഡിനേറ്റ്സ് ആഡ് ചെയ്തിട്ട് by 2 ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ M1 നമുക്ക് തന്നിട്ടുണ്ട് -1. ഫസ്റ്റ് കോർഡിനേറ്റ് 2 ആണ്, ഇത് കണ്ടുപിടിക്കാനുള്ളതാണ് x by 2. So 2 plus x is equal to -2 എന്ന് വരും. So x is equal to -4 എന്ന് വരും. -4 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരൊറ്റ ആൻസറിൽ നിന്ന് ഓപ്ഷൻ 1 എഴുതാവുന്നതേ ഉള്ളൂ. എങ്കിലും നമുക്ക് അടുത്തതൂടെ കണ്ടുപിടിക്കാം. അടുത്ത മിഡിൽ പോയിന്റ് തന്നിരിക്കുന്ന y-യുടെ കോർഡിനേറ്റ് 3 ആണ്. ഇവിടെ y-യുടെ കോർഡിനേറ്റ് y1 4 ആണ്. അടുത്തത് കണ്ടുപിടിക്കേണ്ടതാണ് y by 2 എന്ന് കൊടുക്കാം. So 6 is equal to 4 plus y is equal to 2. So ആ കോർഡിനേറ്റ് ഏത് വരും? -4 -4 ഇത്രയും ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സോ ഈ ഇക്വേഷൻ ഒന്നുകൂടെ ഞാൻ പറയാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ പോയിന്റ് x1 y1 ആണ്, ഇത് x2 y2 ആണെങ്കിൽ മിക്കപ്പോഴും ചോദിക്കുന്ന മിഡിൽ പോയിന്റ് കണ്ടുപിടിക്കാനാണ്. M1 M2 ആ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുന്നത്. ആ M1 കണ്ടുപിടിക്കാൻ, ആ x കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ ഇത് xy എന്ന് വേണമെങ്കിലും കൊടുക്കാം. x കോർഡിനേറ്റും y കോർഡിനേറ്റും ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് xy എന്ന് കൊടുക്കാം. അപ്പൊ xy is equal to അതെങ്ങനെ വരും? x is equal to x1 plus x2 by 2 and y is equal to y1 plus y2 by 2. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ. ഇതിൽ x തന്നിട്ടുണ്ടായിരുന്നു, x1 തന്നിട്ടുണ്ടായിരുന്നു, x2 കണ്ടുപിടിക്കണമായിരുന്നു. ഇവിടെ y തന്നിട്ടുണ്ടായിരുന്നു, y1 തന്നിട്ടുണ്ടായിരുന്നു, y2 കണ്ടുപിടിക്കണമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ. If a plus b is equal to 9, a square plus b square is equal to 53. Find the value of ab. Algebra എന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. അപ്പൊ BY ക്ക് ചോദിച്ചേക്കുന്ന വലിയ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല. അപ്പൊ നമുക്ക് നോക്കാം a പ്ലസ് ബിയുടെ വാല്യൂ. ഇപ്രാവശ്യത്തെ CHSL SSCയുടെ CHSL നോക്കിക്കഴിഞ്ഞാലും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഒരുപാട് ഹയർ ലെവലൊന്നും നമുക്ക് ഇപ്പോഴും അടുത്ത എക്സാമിന് പ്രതീക്ഷിക്കേണ്ട. സിമ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് പഠിച്ചു പോകണം. കാരണം അതിനകത്തുനിന്ന് പിന്നെ മാർക്ക് പോലെ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് കാണും. എല്ലാ ക്വസ്റ്റ്യനും ടഫ് ആയിരിക്കത്തില്ല. ഈസി ലെവലുള്ള കുറേ ക്വസ്റ്റ്യൻസ് കാണും. അതിനകത്തൊന്നും നമുക്ക് മാർക്ക് പോകരുത്, ടൈമും പോകരുത്. മാർക്കും പോകരുത്, ടൈമും പോകരുത്. അത് ബാലൻസ് ആവണം. സോ ഇവിടെ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്നുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ 9 സ്ക്വയർ 81, a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 53 പ്ലസ് 2ab. 81 മൈനസ് 53 ആണ് 2ab. സോ 2ab is equal to എത്ര വരും? അല്ല, ab എത്ര വരും എന്ന് ഡയറക്റ്റ് എഴുതാലോ. 53. 81 മൈനസ് 53. 80 മൈനസ് 50 30 ആണ് അല്ലെ. 80 നിന്ന് 50 കുറച്ചാൽ 30 ആണ്. ഓക്കെ, പിന്നെ 30 നിന്ന് 2 കൂടെ കുറച്ചാൽ മതി, കാരണം ഇവിടെ 1 ഉണ്ടല്ലോ. സോ 28 വരും. 28/2 14 എന്ന് വരും. സോ ഓപ്ഷൻ 3 14 ആണ് ആൻസർ. ഓപ്ഷൻ 3 14 ആണ് ആൻസർ. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ കാണുന്ന ഒരേ ടൈപ്പ് ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ പല പല എക്സാമുകൾക്ക് പല പല നമ്പേഴ്സ് വെച്ചിട്ട് 10 എണ്ണത്തിന് 9 രൂപ, അപ്പൊ 9 എണ്ണത്തിന് 10 രൂപ, അങ്ങനത്തെ രീതിയിൽ 10 9 വെച്ചും 10 11 വെച്ചും ഒക്കെ ഒരുപാട് ചോദിച്ചിട്ടുള്ള പെർസെന്റേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്.
അപ്പൊ ഇപ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻസ് ഒക്കെ ശ്രദ്ധിച്ചേ. 156%, 48%, 40%, 144%, അങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അല്ലെ. എ വെൻഡർ buys a certain number of bananas at 8 pieces for 5 and sells them 5 pieces for 8. What will be his percentage profit? ഒരു വെൻഡർ 8 പീസ് ബനാന 5 രൂപയ്ക്ക് വാങ്ങി. അതായത് വാങ്ങിയ കാര്യം കോസ്റ്റ് പ്രൈസ് കണക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ആദ്യം പറഞ്ഞേക്കുന്നത് അല്ലെ. 8 പീസ് ബനാന 5 രൂപയ്ക്ക് വാങ്ങി. പിന്നെ പറഞ്ഞേക്കുന്നത് സെല്ലിംഗ് പ്രൈസ് കണക്റ്റഡ് ആയിട്ടുള്ളതാ. എന്താണ്? 5 എണ്ണം 8 രൂപയ്ക്ക് വാങ്ങി. ഈ എണ്ണം തുല്യമല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് എണ്ണം തുല്യമാക്കാം. ഇവര് പറയുന്ന അതേ കണ്ടീഷനിൽ ഇവിടെ 8 എണ്ണം വാങ്ങി, പക്ഷെ വിറ്റത് 5 എണ്ണം. അങ്ങനെ ഇരുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെയും വാങ്ങിയ ആ ക്വാണ്ടിറ്റി ഈക്വൽ ആക്കാൻ പോവാ. ക്വാണ്ടിറ്റി ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 5 കൊണ്ടും അപ്പൊ 40 എന്ന് കിട്ടും അല്ലെ. 40 പീസസ് ഓഫ് ബനാനാസ്. അപ്പൊ ഇവിടെ 40 ആക്കാൻ ഇൻറ്റു 8. മനസ്സിലായോ? ഈ 5 എടുത്ത് അപ്പുറത്തും ഈ 8 എടുത്ത് അപ്പുറത്തും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. വേണമെങ്കിൽ ഇതൊക്കെ ഇക്വേഷൻ ആക്കിയൊക്കെ പറയാറുണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ലോജിക്ക് മനസ്സിലാക്കുക, ക്വാണ്ടിറ്റി ഈക്വൽ ആക്കുക. അപ്പൊ 40 എണ്ണത്തിന് എത്ര രൂപ വരും? 8 എണ്ണത്തിന് 5 രൂപ. അപ്പൊ 40 എണ്ണത്തിന് എത്ര രൂപ? 25 രൂപ അല്ലെ. ഇവിടെ ഇൻറ്റു 5. ഇനി ഇവിടെ ഇൻറ്റു 8 ചെയ്തുകൊണ്ട് ഇവിടെ ഇൻറ്റു 8 ചെയ്യാം. 40 എണ്ണം 64 രൂപ. നോക്കേ, 25 രൂപയ്ക്ക് വാങ്ങിയ നമ്മുടെ ബനാനാസ് 64 രൂപയ്ക്കാണ് വിറ്റേക്കുന്നത്. മനസ്സിലായോ? 25 രൂപയ്ക്ക് വാങ്ങിയ ബനാനാസ് 64 രൂപയ്ക്ക് വിറ്റെന്ന് പറഞ്ഞാൽ ഒരു 25 കൂടെ ലാഭമായിരുന്നെങ്കിൽ തന്നെ 100% പ്രോഫിറ്റ് എന്ന് പറയാം. പിന്നെയും കിടക്കുന്നു ലാഭം അല്ലെ. പിന്നെ ഒരു 25 കൂടെ ആയാല് അത്രയും ലാഭം ഉണ്ടല്ലേ. അപ്പൊ എത്ര ലാഭം ഉണ്ടെന്ന് നോക്കാം. 25 രൂപയ്ക്കകത്തുനിന്ന് അയാൾക്ക് എത്ര എക്സ്ട്രാ കിട്ടി? 25 രൂപയ്ക്കകത്തുനിന്ന് 50 ആണെങ്കിൽ ഒരു 25 കൂടെ കിട്ടി. പിന്നെ ഒരു 14 കൂടെ കിട്ടിയിട്ടുണ്ട് അല്ലെ. 25 പ്ലസ് 14, 39 രൂപ ലാഭം. 25-ല് 39 രൂപ ലാഭം ഇൻറ്റു 100. സോ 25ഉം 100 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 4, 39 ഇൻറ്റു 4, 156. അതായത് 156% ആണ് അയാളുടെ പെർസെന്റേജ് പ്രോഫിറ്റ്. ഒന്നുകൂടെ മനസ്സിലാക്കുക. ഇപ്പം ഇതേ ക്വസ്റ്റ്യൻ 9 പീസസിന് 10 രൂപ വാങ്ങിയത്, 10 പീസസ് 9 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണെങ്കിൽ ലാഭം എത്രയാണ്? അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ഇൻറ്റു 10 ചെയ്ത് 90ക്ക് 100 ആണ്. ഇവിടെ നമ്മൾ ഇൻറ്റു 9 ചെയ്തു, 90ക്ക് ഇൻറ്റു 9 അല്ലേ 81 ആണ്. അപ്പൊ 100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 81 രൂപയ്ക്ക് വിറ്റു. അപ്പൊ നഷ്ടമാണ്. എത്ര രൂപ നഷ്ടം? 100 രൂപയ്ക്ക് ആയതുകൊണ്ട് എത്ര രൂപ നഷ്ടം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും? 19. സോ 19% ലോസ്. അങ്ങനെ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് കൊണ്ടാണ്, ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞു തരേണ്ടത് കൊണ്ടാണ് ആ സമയം എടുത്തത്. ഓക്കെ, മനസ്സിലായല്ലോ? ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മനസ്സിലായല്ലോ? ഓപ്ഷൻസ് 156%. അടുത്ത് നമുക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ. ഈ ചോദ്യത്തിന് കുറച്ച് വായിച്ച് കാര്യങ്ങൾ എടുക്കാനുണ്ടെന്നേ ഉള്ളൂ. പ്രോബ്ലം ഈസി പ്രോബ്ലം ആണ്. Two cabs A and B start from C for town D. If the distance between two towns is 540 km, the slower taxi traveling at an average speed of 90 km per hour takes an hour more than the faster taxi. സ്പീഡ് കുറഞ്ഞതിന് സമയം കൂടുതൽ എടുക്കും. Find the speed of the faster taxi. അങ്ങനെയാണ് ഫാസ്റ്റർ ടാക്സിയുടെ സ്പീഡ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ യൂട്യൂബ് സെക്ഷനിൽ NTPCക്ക് വേണ്ടിയൊക്കെ ഇട്ടത് കിടപ്പുണ്ട്. നിങ്ങൾക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ബേസിക്സ് ഒക്കെ വേണമെങ്കിൽ ആ ഒരു ക്ലാസ്സസ് ഒക്കെ കണ്ട് പഠിക്കാവേ. അതുപോലെ ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ NTPCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നോക്കി പഠിക്കുക. ക്വസ്റ്റ്യൻസ് മാക്സിമം കിട്ടുന്നത് ചെയ്ത് പഠിക്കുക. എന്നാലേ സ്പീഡ് കൂടത്തോളൂ. ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ട് പരിചയം വേണം. കണ്ട് പരിചയം വേണം. ഒരുപാട് ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ ചെയ്ത് പോയിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് സ്പീഡ് കിട്ടത്തോളൂ അല്ലെ. അപ്പൊ ഇവിടെ 2 ക്യാബ്സ് സിയിൽ നിന്ന് ഡിയിലോട്ട് പോവാണ്. 540 കിലോമീറ്റർ ദൂരമാണ് ഇവർക്ക് സഞ്ചരിക്കേണ്ടത്. ആദ്യത്തത് 90 കിലോമീറ്റർ പെർ അവറിലാണ് പോലെ. 90 കിലോമീറ്റർ പെർ അവറിൽ പോയാൽ എത്ര സമയം കൊണ്ടെത്തും? 90 കിലോമീറ്റർ പെർ അവറിൽ പോയി കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ടെത്തും? സ്ലോവർ ടാക്സി അല്ലേ. 540/90. ദൂരം ഭാഗം വേഗതയാണ് സമയം. 540/90 ആണ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 0 ക്യാൻസൽ ആയിട്ട് 6 hours കിട്ടും. 6 hours കിട്ടും. അപ്പൊ 6 മണിക്കൂർ കൊണ്ടാണ് സ്ലോവർ ടാക്സി സഞ്ചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫാസ്റ്റർ ടാക്സി സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എന്തായിരിക്കും? ഫാസ്റ്റർ ടാക്സി സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എന്തായിരിക്കും? 1 മണിക്കൂർ കുറവ് മതി അല്ലെ ഫാസ്റ്റർ ടാക്സിക്ക്.
അല്ലെ? സ്പീഡിന് സഞ്ചരിക്കുമല്ലേ, അതുകൊണ്ട് 5 മണിക്കൂർ കൊണ്ട് എത്തും. ആ ഡിഫറൻസ് 1 അവർ ആണെന്ന് തന്നിട്ടുണ്ട്. സ്ലോവർ ടാക്സിക്ക് 1 മണിക്കൂർ അധികം എടുക്കുന്നു. അപ്പൊ ഫാസ്റ്റർ ടാക്സിക്ക് 5 അവേഴ്സ്, സ്ലോവർ ടാക്സിക്ക് 1 അവർ അധികം എടുക്കുന്നു. അപ്പൊ ആ 540 കിലോമീറ്റർ സ്പീഡ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ, ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ. അപ്പൊ നമ്മുടെ ഫാസ്റ്റർ ടാക്സി ഈ 540 കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. എത്ര സമയം കൊണ്ടാ? 5 മണിക്കൂർ കൊണ്ട്. അപ്പൊ എത്ര വരും? 108. 108 കിലോമീറ്റർ പെർ അവർ ആണ് എന്തെന്ന് പറയുന്നത്, സ്പീഡ് എന്ന് പറയുന്നത്. 108 കിലോമീറ്റർ പെർ അവർ ആണ് ഈ ഒരു സ്പീഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നമുക്കിനി കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ALPയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ കുറേയധികം ചോദ്യങ്ങളായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക, അതിന്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കി പഠിക്കുക. ഡൗട്ട്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് സെക്ഷൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ താങ്ക് യു. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് വൈസോ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ടഫാണ്, ടൈം കൺസ്യൂമിംഗ് ആണെന്ന് തോന്നുന്നതൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് അയക്കാവുന്നതാണ്. അങ്ങനെയാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ സോൾവ് ചെയ്ത് തരാൻ പറ്റും. Okay, but thank you all. Bye. Thank you so much. Bye.